അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. യുദ്ധമൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യാസിന് നല്ല ക്ഷാമമാണ്. പൈസ കൊടുത്താലും ഗ്യാസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് കട്ടകൾ ഒരു വയർ മെഷൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് തന്നെ അടിപൊളി ഒരു റോക്കറ്റ് അടുപ്പ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ വിറകടുപ്പിൽ വെച്ചാൽ പാത്രത്തിന്റെ അടിയിൽ കരി പറ്റുമെന്ന് പേടിയും വേണ്ട കേട്ടോ. അതിനൊരു അടിപൊളി ഒരു ടിപ്പ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. അപ്പോഴേ നമ്മുടെ അടുപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് ചുടുകട്ട വേണം. അതിൽ ഒരു ചുടുകട്ട രണ്ടായിട്ട് മുറിച്ച് ഹാഫ് ആയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഒരു വയർ മെഷ് വേണം. പിന്നെ നമുക്ക് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വിറകോ അല്ലെങ്കിൽ ചകിരിയോ കൊതുമ്പോ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഈ അടുപ്പ് ഞാൻ കാർ പോർച്ചിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ചെന്നൈയിലാണ് കേട്ടോ സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വില്ലയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് എത്ര ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്ന അപ്പം നിങ്ങൾക്കറിയാമല്ലോ. ഫ്ലാറ്റിലുള്ളവർക്ക് ആയാൽ കൂടി ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ ഈ ഒരു അടുപ്പ് വെക്കുന്നിടത്ത് കരിയേ വരത്തില്ല. അപ്പോൾ നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ രണ്ട് ഫുൾ കട്ട ഒരെണ്ണത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് പിറകിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 അരക്കട്ട വേണമെന്ന്, അതിലൊരു അരക്കട്ട ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫുൾ കട്ട. അപ്പോൾ ആദ്യത്തെ ലെയർ വരുന്നത് 3 ഫുൾ കട്ടയും ഒരു അരക്കട്ടയും ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വയർ മെഷ് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒട്ടുമിക്ക ഹാർഡ്വെയർ ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും. ഇനി അതിന് മുകളിലാണ് കേട്ടോ അടുത്ത ലെയർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ലെയർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ അരക്കട്ട വെച്ചിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം കേട്ടോ രണ്ടാമത്തെ അരക്കട്ട വെക്കാനായിട്ട്. ഇനി അതിന് മുകളിലേക്ക് ഫുൾ കട്ട. മനസ്സിലായിട്ടുണ്ടല്ലോ? വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ 2 സൈഡിലായിട്ട് ഓരോ ഫുൾ കട്ട. ഈ ഒരു രീതിയിൽ രണ്ടാമത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടകൾക്കിടയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ വയർ മെഷീന് മുകളിലാണ് നമ്മൾ വിറക് വെച്ച് കൊടുക്കുന്നത്. വിറക് കത്തി കഴിഞ്ഞിട്ടുള്ള ചാരം അടിയിൽ വീഴും. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടാണോ അടുപ്പ് സെറ്റ് ആക്കുന്നത് ആ ഒരു തറയിൽ കരിയൊന്നും വരത്തില്ല. ഇനി നമുക്ക് അരക്കട്ട വേണ്ട കേട്ടോ, ഫുൾ കട്ട മാത്രം മതി. ഈ 2 ലെയർ സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഫുൾ കട്ട നമ്മൾ ആ വിറക് വെക്കുന്ന ഓപ്പണിംഗ് ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഒരു ഫുൾ കട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ അടുത്ത ഫുൾ കട്ട, പിന്നെ അടുത്ത നെക്സ്റ്റ് സൈഡിലായിട്ട് ഒരു ഫുൾ കട്ട. അപ്പം 4 ഫുൾ കട്ട വെച്ചിട്ട് ആ ലെയർ നമ്മൾ ക്ലോസ് ആക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും. നിങ്ങൾ ഈ ഒരു അടുപ്പ് സ്ഥിരമായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം ടെമ്പററി ആയിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് ഒട്ടും എയർ കയറാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 4ാമത്തെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയറിൽ നീളത്തിൽ വെച്ചിരിക്കുന്ന കട്ടയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കേട്ടോ ആദ്യത്തെ കട്ട വെക്കാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ അടുത്ത സൈഡിലായിട്ട് 2ാമത്തെ കട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് 3ാമത്തെ കട്ടയും ബാക്കി സ്ഥലത്ത് നമ്മൾ 4ാമത്തെ കട്ട കൂടെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അങ്ങനെ മൊത്തം 4 ലെയർ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അടുപ്പിൻ്റെ ഒരു സ്ട്രക്ചർ. നിങ്ങൾക്കിത് പെർമനൻ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമെൻ്റൊക്കെ വെച്ചിട്ട് ഈ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ എയർ ഉള്ളിലേക്ക് കടക്കില്ല. ഇനി നമ്മുടെ അടുപ്പിന് മുകളിൽ പാത്രം വെക്കുമ്പം നല്ലപോലെ ഉറച്ചിരിക്കാനായിട്ട് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി സ്റ്റാൻഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പാത്രങ്ങൾ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ വിറക് വെച്ച് കൊടുക്കുന്നത് ആ ഒരു വയർ മെഷീന് മുകളിലാണ് കേട്ടോ. അവിടെ ഇരുന്ന് നമ്മുടെ വിറകൊക്കെ കത്തിയിട്ട് അതിൻ്റെ ചാരമൊക്കെ താഴേക്ക് വന്നോളും. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ ഒക്കെ ഇത് സെറ്റാക്കിയാലും നമ്മുടെ ആ ഒരു തറയിൽ കരി വരത്തില്ല. ഇനി പലരും വിറകടുപ്പ് ഉപയോഗിക്കാനായിട്ട് മടിക്കുന്നതിനൊരു കാര്യം, നമ്മൾ വെക്കുന്ന പാത്രങ്ങളുടെ അടിയിൽ കരി വന്നിട്ട് അത് കഴുകിയെടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലുള്ള സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ ഏത് പാത്രമായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കി വന്നിരിക്കുന്ന എണ്ണയുണ്ടല്ലോ, ഇപ്പം ഞാനിത് പപ്പടം കാച്ചിയിട്ട് ബാക്കി വെച്ചിരുന്ന എണ്ണയാണ്. അത് കുറച്ചതേ ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വിറകടുപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കരി ഇതിന് അടിക്ക് പിടിച്ചാലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി. ഞാനത് അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റീലിൻ്റെ പാത്രം മാത്രമല്ല കേട്ടോ, അലൂമിനിയമോ ഹിൻഡാലിയമോ ഏത് പാത്രവും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാപ്പി തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് കൊതുമ്പും അതുപോലെ തന്നെ ചകിരിയൊക്കെ ആ ഒരു മെഷീന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ തീ കത്തിച്ചെടുക്കുകയാണ്. ഈ ഒരു റോക്കറ്റ് അടുപ്പിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. വളരെ കുറച്ച് സമയം മാത്രം മതി. നമ്മുടെ അടുപ്പിൽ അങ്ങനെ തീ കത്തിച്ചിട്ടുണ്ട്. നല്ലപോലെ തന്നെ തീ മുകളിലേക്ക് വരുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് എന്താണോ പാചകം ചെയ്യേണ്ടത് അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് കഴിയും. 1-2 ചിരട്ടയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം നിന്ന് കത്തിക്കോളും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തിളപ്പിക്കാനായിട്ടുള്ള വെള്ളം ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വിറകടുപ്പിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ അടച്ച് വെച്ചില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കാപ്പിയാണല്ലോ തയ്യാറാക്കുന്നത്, അരിച്ചെടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു.
കണ്ടില്ലേ, ഞൊടിയുടെ നേരം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കാപ്പി ദേ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ വെച്ച് കുക്കാക്കാവുന്നതാണ്. ഇത് നമ്മൾ കാപ്പി തിളപ്പിച്ച പാത്രമാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും. അതിനൊരു ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. ടിഷ്യൂ പേപ്പർ വേണമെന്നില്ല, ന്യൂസ് പേപ്പർ ആയാലും മതി. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തത്. അത് വെച്ച് ഇത് ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ ആ കരിയൊക്കെ നല്ല പോലെ പോകുന്നുണ്ട്. കണ്ടില്ലേ, വടിച്ചെടുക്കുന്നത് പോലെയാണ് കരിയെല്ലാം മാറി കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരിക്കുന്ന തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, 1-2 തുണി എടുത്തിട്ട് ഇതേ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്താലും ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ടില്ലേ എത്ര നീറ്റായിട്ടാണ് നമ്മുടെ ആ സ്റ്റീൽ പാത്രം ക്ലീനായി കിട്ടുന്നതെന്നുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഉപയോഗിച്ച് സോപ്പിട്ടൊന്നും കഴുകിയെടുത്തിട്ടില്ല. നമ്മുടെ കയ്യിലും കരിയായിട്ടില്ല. ഞാനിത് മൊത്തത്തിൽ നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഇതേ നോക്കിയ വിറകടുപ്പിൽ വെച്ച പാത്രമായി ഇതെന്ന് ആരും തന്നെ പറയത്തില്ല. ആ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി കരി പോലും എവിടെയുമില്ല. നമ്മൾ ആ ഒരു എണ്ണ തേക്കുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അടുപ്പ് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മുടെ അടുപ്പിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ചാരമൊക്കെ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ ഗാർഡനിലോ അല്ലെങ്കിൽ നമുക്ക് ചെടികൾക്കൊക്കെ നല്ലൊരു വളമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ചാരവും കളക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇതുപോലെ ഓരോ ദിവസവും ചാരം മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു അടുപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയും. വീഡിയോയുടെ തുടക്കത്തിലേ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അടുപ്പ് ഞാൻ കാർ പോർച്ചിലാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ അടുപ്പ് മാറ്റിയിട്ട് ആ ഒരു തറയിൽ ഒട്ടും തന്നെ കരി ആയിട്ടില്ല എന്ന് കൂടി നിങ്ങളെ കാണിച്ചു തരാം. ദേ കണ്ടില്ലേ, ലൈവായിട്ട് തന്നെ നിങ്ങൾ കണ്ടോളൂ. ആ അടുപ്പ് സെറ്റ് ചെയ്ത തറയിൽ ഒട്ടും തന്നെ കരിയായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബാൽക്കണിയിലോ കാർ പോർച്ചിലോ എവിടെ വേണമെങ്കിലും ഈ ഒരു അടുപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറുതാണ്, പക്ഷേ ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുമാത്രം പോരാ, ഇത്രയും നല്ലൊരു ഐഡിയ എല്ലാവരിലേക്കും എത്താനായിട്ട് വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ. വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള നല്ല കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.